എല്ലാവർക്കും നമസ്കാരം. 10ാമത്തെ സെൽഫ് കെയർ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഈ വീഡിയോയിലേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയാനായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഓക്കെ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സെൽഫ് കെയർ ടിപ്പിൽ പറയാനുള്ളത്. എന്നുവെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്തരത്തിലുള്ളൊരു വീഡിയോ. അപ്പോൾ അത് കണ്ടതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഓവർവെൽമിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ടു എക്സ്പ്ലെയിൻ ദ ഫീലിംഗ്. ക്യൂൺ ബി എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് കേട്ടോ, ക്യൂൺ ബി. അവർ യക്കൂട്സ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ സ്ഥലമാണ്. -71 ഡിഗ്രിയാണ് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് ജീവിക്കുന്ന കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമായവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ചാനൽ വഴി നമ്മൾ കാണുകയാണ്. ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളൊന്ന് ചെറിയ രീതിയിലുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുമ്പോഴത്തേനും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെന്താ കംപ്ലയിൻറ്റ്. ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഈ തണുപ്പത്ത് ഈ പാത്രമൊക്കെ കഴിയുമ്പോൾ ഈ തണുത്ത വെള്ളമാണെന്നും പറഞ്ഞുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒന്ന് സമ്മർ സീസൺ ആകുമ്പോഴത്തേക്കും എക്സ്ട്രീം എന്തൊരു ചൂടാണെന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. മഴയാകുമ്പോൾ മഴേനെ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ വെള്ളം ചൂട് വെള്ളം ജസ്റ്റ് എയറിലോട്ട് ഒഴിക്കുമ്പോഴത്തേനും അത് ഐസായിട്ട് തിരിച്ചു വരുന്ന അവർ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മളൊക്കെ എത്ര 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 മാത്രം ബ്ലെസ്ഡ് ആണ് ഈ ഒരു സ്ഥലത്ത് ജനിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുകയാണ്. ഞാൻ വല്ലാണ്ട് ഇമോഷണൽ ആയിപ്പോയി ആ ഒരു വീഡിയോ കണ്ടപ്പം. കൊച്ചു കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ അവിടെ ഒരു 2 മാസം തൊട്ട് 7 വയസ്സാണ് വരെ എങ്ങാണ്ട് അവർ ഈ പ്രീ സ്കൂളുണ്ട്, സ്കൂളിൽ പോകുന്നതിന് മുന്നേ 7 വയസ്സ് വരെയാണോ 6 വയസ്സ് വരെ എങ്ങാണ്ട് പ്രീ സ്കൂളുണ്ട്. അപ്പോൾ അവിടെ വിടണം. അപ്പോൾ ആ കുട്ടികളൊക്കെ ഈ -71 ഡിഗ്രി ടെമ്പറേച്ചറിൽ സ്കിന്നൊക്കെ പെയിൻ എടുത്തിട്ട് കരയാണ്. അപ്പോൾ അവരുടെ ടീച്ചേഴ്സ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ അച്ഛനും അമ്മയെല്ലാം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. ചിലപ്പോൾ വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട്, ഈ വാട്ടറൊക്കെ എന്ന് വെച്ചാൽ വെള്ളം ഐസാവുന്നതുകൊണ്ട് അവർ ചൂട് വെള്ളമാണ് സപ്ലൈ ചെയ്യുന്നത്. അതിന് എത്ര എമൗണ്ട് ഓഫ് പൈസ കൊടുത്താൽ അത്ര അനുസരിച്ച് വെള്ളമൊക്കെ കിട്ടുന്നു. അതായത് വെള്ളം വരെ മേടിക്കുകയാണ്, വില കൊടുത്ത് വെള്ളം മേടിക്കുന്നു. അതുപോലെ നമ്മൾ ഈ ഫ്രീസിങ് ഇതിൽ വീടൊക്കെ എന്ന് വെച്ചാൽ പലരുടെയും വുഡൻ വീടൊക്കെയാണ്, ചെറിയ വീടുകളാണ്. ആ വീട്ടിൽ ഈ ഹീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അവർ തന്നെ സെൽഫായിട്ട് ലോഗൊക്കെ വെച്ച് കത്തിച്ച് ചെയ്യുന്ന ഹീറ്റർ സിസ്റ്റംസ് ഒക്കെയാണ്. അപ്പം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ കഷ്ടപ്പെടുന്ന പാട്, പിന്നെ അതിൻ്റെയൊക്കെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഭയങ്കര ടെറിബിളാണ്. പിന്നെ എന്തിനു പറയുന്നു, അവർക്ക് എന്ന് വെച്ചാൽ കാറൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂസും ഇല്ല. അവർ കാരണം അത് വണ്ടിയൊക്കെ കേടായി പോകും, അല്ലെങ്കിൽ ഫുൾ ടൈം എൻജിൻ ഓൺ ആക്കണം. അത് ഭയങ്കര മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് നടക്കുന്ന. അപ്പോൾ അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ വേണം മിക്ക ആൾക്കാരും റിലേ ചെയ്യുന്നത്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ലേറ്റ് ആവാം, ഇവർ 1 മണിക്കൂർ. ഇപ്പോൾ കൊച്ചു കുട്ടികൾ ഈ പറയുന്ന ഈ ഒരു അവതരിപ്പിക്കുന്ന ലേഡി അവരുടെ 6ാം വയസ്സിലെന്തോ ബസ് സ്റ്റോപ്പിൽ ഒരു പ്രാവശ്യം അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം ബസ് അരമണിക്കൂർ ലേറ്റായി. അപ്പോൾ അവർക്ക് ഫ്രോസൺ ബൈറ്റ് എന്ന് പറയും, അതായത് ഇപ്പോൾ എക്സ്പോസ് ആവുന്ന മൂക്കിൻ്റെയൊക്കെ ഭാഗമാണെങ്കിൽ, അല്ലെങ്കിൽ കൈയും കാലിൻ്റെയൊക്കെ ഭാഗം, കയ്യിലെ വിരലും കൈയൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വെളുത്ത കളറായി പിന്നെ അവിടെ ഉപയോഗശൂന്യമാവും. അതിനാണ് ഫ്രോസൺ ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവരാണെങ്കിൽ ഇങ്ങനെ തണുപ്പത്ത് നിന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. കരഞ്ഞപ്പോൾ ആ കണ്ണ് നിന്ന് വരുന്ന നീര് ഐസായി പോയിന്ന്. അയ്യോ അങ്ങനെ ഒത്തിരി കഥകൾ അവരതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ ഫുഡ് എന്ന് പറയുന്നത് അവർ മീറ്റാണ് കേട്ടോ, മെയിനായിട്ട് മീറ്റൊക്കെയാണ് കഴിക്കുന്നത്. കാരണം ഇത്രയും തണുപ്പത്ത് അവരുടെ ബോഡിയുടെ കാലറീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന വേറൊരു കാര്യമാണ്, ഈവൻ അത്രയും ടെമ്പറേച്ചറിൽ ഒക്കെ ധരിക്കാൻ പറ്റിയ ജാക്കറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഈ പേരൻസ് വർഷങ്ങൾ സമ്പാദിച്ചിട്ട് ഏൺ ചെയ്യുന്ന കാശ് കൊണ്ടാണ് അത്രയൊക്കെ ഫറിൻ്റെ ജാക്കറ്റൊക്കെ അവർക്ക് അഫോർഡബിൾ വരെ ആവത്തുള്ളൂ. നമ്മൾ ഈ സാധാരണ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന നമുക്ക് ജാക്കറ്റിന് നമ്മൾ കൊടുക്കുന്നില്ല, വെള്ളത്തിന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരാറില്ല, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല.
നമ്മളൊക്കെ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്ന് എനിക്ക് ആ വീഡിയോ കണ്ടപ്പം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനോടൊക്കെ ഉള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ തീർച്ചയായിട്ടും പ്രകടിപ്പിക്കണം. നമ്മളത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് തീർച്ചയായിട്ടും വേണം. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് സെൽഫ് കെയർ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളോട് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച്, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച്, നമ്മൾ ഈ ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റിയതിനെ കുറിച്ച്, അങ്ങനെയെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ ഒരു ടിപ്പാണ്, ഈ ഒരു 10ാമത്തെ സെൽഫ് കെയർ ടിപ്പായിട്ട് പറയാനുള്ളത്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ സെൽഫ് കെയർ ടിപ്പ്. ബൈ.